ഇവിടെ ടോവി another movie. Yeah. No. ഇവിടെ ടോവി உங்களுக்கு தெரியல டோவினா சாக்லேட் இங்க எல்லாம் லேடிஸ் ஐ மீன் கேர்ள்ஸ் எல்லாம் தெரியும். ஓ இதுக்கு செச்ச டோவினா அப்பப்போ மாதிரி சொல்லுவா അത് പതുക്കെ പറഞ്ഞു. ഭാര്യ അവർക്ക് ടെൻഷൻ ആവണ്ട അത് കേട്ടിട്ട്. ഇവിടെ ഇരിക്കുന്നതിൽ ഒരാളെ ഞാൻ പിടിച്ചോണ്ടേ അവിടെ ഇരുന്നു. തെറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനോ? അല്ല, പിന്നെ ഇവിടെ ഇവര് പറയുന്നത് എനിക്ക് അവിടെ കേൾക്കാൻ പറ്റില്ല. ഓ അപ്പൊ ഇവിടുന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് അതിനകത്ത് ഇരുത്തി കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയുന്ന ഒരാൾ കുറയ്ക്കാലോ. അങ്ങനെ ആ ഒരു ഉദ്ദേശം. Yes. ഹലോ ഹായ് വിനയ്. Hi. രമ്യ. Hi, Rumi. From I'm so Milestone. sorry. I was having a bath. Nothing children there. Don't mind quickly. ബാപ്രേ. മെയിൻലി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ പറയുന്ന സസ്പെൻസ് അല്ല, എന്നാൽ ഫോറൻസിക്കിനേക്കാൾ കുറെ കൂടി ക്യാൻവാസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഐഡന്റിറ്റി. ഇവര് പണിയെടുത്തോളും. മറ്റേ ആരെടുക്കുന്നതിനേക്കാളും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പണിയെടുക്കുന്ന രണ്ടുപേരുണ്ട്, ഒരാളല്ല. ക്രിസ്റ്റഫറില് നിങ്ങൾ മമ്മൂക്ക കൂടെ ചേർത്ത് ഒരു വില്ലൻ എല്ലാം വന്ന് നമ്മളെല്ലാം അപ്പടിയേ ഭയന്നിട്ട്. ഞാൻ അഖിലിന്റെ വീട്ടില് കുറച്ചു കൊല്ലം മുമ്പാണ് പോയ സമയത്ത് അവിടെ ചുമരുന്ന കുറെ പേപ്പർ കട്ടിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഈ ചില സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാനുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വോള് നിറച്ചും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോ ഒന്ന് ഈ പടത്തിനകത്തുള്ള ഈ 3 സെൻട്രൽ ക്യാരക്ടേഴ്സും കുറച്ചധികം സീരിയസ് ഡയമെൻഷൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മള് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംതിങ് സ്പെഷ്യലില് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ അടുത്ത വർഷം ന്യൂ ഇയറിൽ നമ്മുടെ തിയേറ്ററിൽ റിലീസ് ആവാൻ പോകുന്ന ടോവിയുടെ പുതിയ ചിത്രമുണ്ട്, ഐഡന്റിറ്റി. അതെ, ഐഡന്റിറ്റിയുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിയിക്കാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന എന്തിനാണെന്നറിയോ? ഐഡന്റിറ്റിയില് നമ്മുടെ ക്രിസ്റ്റഫറില്ലേ, മമ്മൂക്കയുടെ മൂവി, അതിലെ വില്ലനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്, വിനയും ഈ ഐഡന്റിറ്റിയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ വിനയുടെ റൂമാണ് ഇത്. വിനയ് ഇവിടെ ഉണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മളോട് എത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്, റൂമിലേക്ക് വന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വിനയിനെ കാണാം. ഇവിടെ എല്ലാവരും ഉണ്ടോ ഒന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഇന്ന് നമ്മൾ വിനയിനെ കാണും, ടോവിനെ കാണും, ഇതിന്റെ ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. നമുക്ക് നോക്കിയാ റെഡി ആണോ എന്നറിയില്ല. ഇവരെല്ലാവരും റെഡിയായിട്ട് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. Yes. Hello. Hi Vinay. Hi. Ramya. Hi, Rumi. From I'm Milestone. so sorry. I was having a bath. Nothing children there. I'm running late for the interview. I'm so sorry. That's okay. No, Sorry. you continue your bath. Bath is done. You can come in, please. Bath done? Yeah. I've just Can I come? Please come in. Are you okay? 100%. Yes, my channel എല്ലാരും ഉണ്ട്. Hi. Milestone viewers, right? Yes, Milestone viewers. Hi. Vinay Pesta. Go watch Identity. Sorry, I'm like this. Please. Vinay, are you okay? I'm perfectly fine. Please. come in. Okay. അപ്പൊ പിന്നെ വിനയ് ഓക്കെ ആണ്. പിന്നെ നമുക്ക് എന്താ പഠിക്കാൻ? കം നമുക്ക്. ഹായ് വിനയ്. So you are here for the identity promotion അല്ലേ? Thank you. I'm so sorry. நான் இப்படியே இருக்கேன். இருக்கு. We have been promoting identity, so இப்படியே டிஃபரண்ட் ஐடென்டிட்டி ப்ரோமோட் பண்ணி. Have a seat. No, it's different, but sorry, கொஞ்சம் வெயிட் பண்றேன். I hope you can't see anything. No. I can't see anything. Okay, so okay, wow, you want to change now? I will change shortly. Okay. ஒரு 2 நிமிஷம் பேசலாமே? Perfect. Okay, so நீங்களே சொல்லுங்க, இந்த ஐடென்டிட்டி மூவியோட ப்ரொமோஷன் இப்படி ஸ்டார்ட் பண்ணியாச்சு ஆல்ரெடி? ஆமா, நேத்துல இருந்து ஸ்டார்ட் பண்ண இருக்கோம். So we just not getting time because ஒரு சேனல்ல இன்னொரு சேனல் போயிட்டே இருக்கோம். So back to back. So yesterday Toby is also busy right now promoting. கொஞ்சம் டைம் இருந்துச்சு, அதுக்காக சீக்கிரம் வந்து குளிச்சிட்டு லஞ்ச் சாப்பிட்டு உடனே போலாம். டைட்டா போயிட்டே இருக்கு அந்த ப்ரமோஷன். ஐயோ, உங்களோட ஃபேஸ்னா எப்பவுமே நம்ம பிரேക്ഷകர்கள் எப்படி தெரியுதுன்னா, ஐயோ அவ்வளோ வில்லனா நெகட்டிவ் ஷேட்ல அப்படியே. ஏன்னா நீங்க பண்ணிட்டு இருக்க எல்லா கேரக்டர்ஸ் பார்த்தா கூட ரொம்ப பயம் வந்துடுமே. Very lucky. உங்களோட பாடி லாங்குவேஜ் எல்லாமே பார்த்தா ஒரு கிளாசிக் ஒரு வில்லன் அப்படியே இருக்கு. ஆனா நேரு பார்க்கும்போது நேரு பேசும்போது தான் எனக்கு ஒரு such a lovely very funny charm. Thank you. சொல்லுங்க, எப்படி உங்களோட ரோல் என்ன இந்த ஐடென்டிட்டில? எனக்கு ஆக்சுவலி இந்த ஸ்டோரி ரொம்ப பிடிச்சு போச்சு because Akhil and Anas wrote a fantastic story.
So இந்த படத்துல அதிகமா சொல்ல முடியாது because there is trust, there is I know, friendship, I know. there is betrayal, Oh. and I work with two incredible artists, Tovi and Trisha. Trisha. It's been my favorite project for the last 18 years. The reason I say that is because team is super. These many days went by without any tension or trouble or anything. Oh. Ivlo periya setup. Uh-huh. So everyone put in there, the art direction team, the action master, Oh. the actors, the light, the sound. It was fantastic. They tried out a lot of new things in this movie, which we hope it works. நான் கேட்டேன்னா இது 2022 இது என்னமோ ஸ்டார்ட் பண்ணியாச்சு ஷூட்டிங்கோ என்னமோ அந்த மாதிரி எல்லாம். No, at the page 2002 let's start அப்படியா? the pre-production started then. Oh. And The shooting process and everything? and that started last year for me. It Oh, started okay. little before for Tovi because he's the lead character in this movie. Okay. I can't tell you whether he's playing good or bad in this movie because he's So such a something fantastic fishy. actor. Something fishy. Fishy. But Okay. the stories like this hardly come by in my career, so we're glad to be a part of this team. Oh. Sorry, I think my food has come. If Oh. you don't mind, quickly. Bapre! Your food? Yes, please. Can you just keep it there? So what you have ordered? Sorry, my Your lunch lunch? has just arrived. I'm running a little late. So, okay. Um, എന്താ കഷ്ടം നോക്കിക്കേ, വിനയ് സമാധാനമായിട്ടൊന്ന് കുളിച്ച് റെഡിയായി ഷൂട്ടിന് നിൽക്കാൻ പോലും മൈൽ സ്റ്റോൺ സമ്മതിക്കില്ല. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഓടി വന്ന് Yeah, so, ഡിസ്റ്റർബ് ചെയ്തു. not at എന്താണ് all, not ഓർഡർ at all. ചെയ്തത്? Can I just few minutes? Please. Yeah. So what's your favorite? That's curd rice. Tayra sadam. Tayar sadam, it's safety. My favorite too. Oh yeah, it's my favorite. So Ah. I eat a lot of curd rice because it's light on the stomach. Yes. So and when I'm traveling, it's It's the best, always the safe, best safer food. side. Yeah, best food, Yeah, best you can food. have Tayra sadam. Yeah. അപ്പോൾ നിങ്ങളെ Would you like to have some? No, it's fine. Thank you so much. No. எல்லாருமே வயிறு நந்தாச்சு. Thank you so much. Thank you. So உங்களுக்கு சாப்பிடுனா நீங்களே சாப்பிடுங்க. சாப்பிட்டுட்டு அப்புறம் நமக்கு பேசலாம். Okay. இல்லாட்டினா ஒரே ஒரு நிமிஷம் கூட just பேசிட்டு உங்களுக்கு we can do that. Okay. ஒரு சாப்பிட்டுட்டு பேசி Sure. No, I'll have that shortly. Have a seat. No, okay. Okay. No. சாப்பிட்டுட்டு பேசலாம். Okay, I'm I'm all done. appetite கிடையாது. Can I put No, certain stuff? no, it's fine. Thank you. Yeah. കുറച്ച് എടുത്തിട്ട് അല്ലേ പറയും ഭക്ഷണം വെച്ചിട്ട് ഞാൻ കഴിക്കാൻ കൂടെ വിട്ടില്ല പറയും. Yes. Yeah. Sadam. Yeah. Yummy pickle. You also have it? No, I try to keep it non-spicy. Oh, you don't like I spicy? like spicy a lot, Ah, but because I'm traveling now, I'm in Cochin. Oh, you're always on the safer mode. safer mode when Fire அப்படியே safe. ஆமா. Sensitive tummy. Sensitive tummy. So you Toilet have to பக்கத்துல take இருந்தா care. அது அப்புறம் நான் ஸ்பைசி சாப்பிடுவேன். டாய்லெட் பக்கத்துல இல்லன்னா எனக்கு தெரியாது அடுத்து. அதுக்கு கேரளாவுல வந்துட்டு அப்பம் fish Oh, புட்டான். my favorite. சாப்பிட்டாச்சு Oh, அதெல்லாம்? yeah. Without fail I'll eat over here. ஓஹோ. Without fail. நான் ஏதாவது ஊர் போனேன்னா அந்த ஊரோட ஊர்ல லோக்கல் சாப்பாடு எனக்கு சாப்பிடணும். நான் இன்ன வரைக்கும் பாரகான்ல சாப்பிடல. So Aju கிட்ட கேட்டேன். I told Aju, where do I eat? Aju என்கிட்ட சொன்னாங்க, we talk a lot about it. He said, have in Paragon. And I said, what do I order? He said, have mango fish curry and appam or nool paratha. Yes, mango fish kutan. And for my luck, I landed a couple of months back in Cochin airport. And we went straight to Thrissur. And I think after Angamali, they opened a new Paragon over there. Is it? And I went in there and had the food. Spectacular. Yummy Food. spectacular. Oh, You guys are so lucky. We don't have that in Chennai yet. Yeah. But it will come soon to Chennai. Yeah, it will soon. Yeah. Malayalam ഒക്കെ இப்ப படிச்சா? You please have your Varam. food also. I'll have. Yeah, you But have. I like, I picked it up, but யார் இல்ல பேசுறதுக்கு. இப்போ நான் சென்னை போனேன்னா தமிழ் தான் பேசுவேன். பெங்களூர் போனா கன்னடா, துளு இல்லன்னா இங்கிலீஷ் பேசுவேன். நாங்க இங்க இருக்குல்ல? ஆமா, இல்ல நமக்கே பேசல மலையாளத்துல அப்படி. Tovi always pushes me. When I was working in Mamukal, the Mamukal also helped me a lot. I am not lying to you. அப்ப എന്തൊക്കെ മലയാളം പഠിച്ചേ പറഞ്ഞേ കേക്കട്ടെ. இப்போ dialogue கொடுக்கும்போது I make it a point to tell all the words. But the problem I felt for me is ரொம்ப anglicized இருக்கு. ரொம்ப இங்கிலீஷ் பேசுறதுனால அந்த ஸ்டைலே வந்து அந்த லோக்கல் ஸ்டைல் வராது. லோக்கல் ஸ்டைல் வரல. கிறிஸ்டோபர்ல நீங்க மம்முக்கா கூட சேர்ந்து ஒரு வில்லன் எல்லாம் வந்து நம்மள எல்லாம் அப்படியே பயந்துட்டு அப்படியே எல்லாம் இருந்தது உங்களோட அந்த கேரக்டர் எல்லாம் பார்த்து போகுது. சரி, இந்த ஐடென்டிட்டி மூவில அந்த மாதிரி ஒரு ஷேட் இருக்கா, அது மட்டும் சொல்லுங்க. இல்ல, ஸ்டோரி கம்ப்ளீட்டா டிஃபரண்ட். Why would I do the same story? ஸ்டோரி கம்ப்ளீட்டா டிஃபரண்ட் இருக்கு. That story is different, this story is different. நான் ரொம்ப லக்கி இருக்கேன். இண்டஸ்ட்ரியில லக்கியா வந்தேன். தமிழ்ல அப்படியே மலையாளத்திலையும் I always thank Unni sir for giving me Christopher. That movie almost went out of my hand. இன்னொரு டைரக்டர்ல இருந்து அந்த தப்புல இருந்து that movie almost went out of my hand. Somehow we got the project back. I came here, shot with Mamuka, only legend I've ever shot with. And
truly the legend in every way of, and talking only acting, not even superstardom. This is another level of acting, Acting? rarefied atmosphere of the greatest actors you could Wow, possibly nice find. I to mean hear. it. Yeah. I mean it. And Shine Tom, I worked with Shine, who's also a spectacular actor, Amla Paul in that movie. Okay. And then that movie did really well for me. I mean, in the sense, I really, as an actor, I'm just a villain. I only get 10 days, 20 days to Yeah. work in a Konja project. dinam. Like. Yeah, few days. But it is amazing. I get to work with the greats in the industry and great talents. Okay, then where is Toby? Toby and Oh, directors, where are they actually? Toby இப்போ டப்பிங் ஸ்டுடியோல இருப்பாங்க அகில் கூட அங்க போலாமா இப்போவா? இப்போ போலாம் நீங்களே ஃப்ரீயா? I'm free. I'll finish this and we're done. Are you I'll change sure? and come. Just give me 2 minutes. 2 നിമിഷം Are you sure? 110 That's a good idea. അപ്പൊ നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാം. We'll give them a surprise. Surprise. Okay. Okay. Sure. അപ്പൊ ഞാനും വിനയും കൂടെ ടോവിയും ടീമും ഡയറക്ടേഴ്സ് എല്ലാവരും അവിടെ ഡബിംഗ് സ്റ്റുഡിയോയിലുണ്ട്. സെയിം തിങ് ഐഡന്റിറ്റി ഡബിംഗ് തന്നെ. Identity. ഡബിംഗ്. സോ നിങ്ങൾ പെട്ടെന്ന് ഒരു 2 minutesல 2 minutes. I'll be ready. சாப்பிட்டு ரெடி ஆயிட்டு சீக்கிரம் வந்துடுங்க. நான் அங்கே வெயிட் பண்ணலாம். Without fail. Yes. Thank you. Okay. Thank you. Thank you. So anyway, sorry to disturb you. No, not at all. Not at all. Not at all. Thank you. Anyway, Thank you. Vinay, I'll see you. Thank you so much. Thank I'll see you then. 100%. Okay? Yeah. Okay. Okay. Bye. அப்ப வீணா ரெடி ஆவட்டு நமக்கு അവിടെ வெயிட் ചെയ്യാം. I'm ready. Let's go. எவ்வளவு சீக்கிரம் எப்படி இந்த மாதிரி சீக்கிரம் சாப்பிட்டு ரெடியா அழகா வந்துட்டு இருக்க. Thank you. Welcome to my home. எல்லா படத்துக்கு இங்க தான் நான் தங்குவேன். This is home for me. ஆனோ. Great So staff. இந்த ஹோட்டல்ல உங்களோட ஃபேவரட் எங்க கொச்சியில? Family. This hotel, Family. lovely staff, lovely hotel. வெரி நைஸ். சோ நானே சொல்றேன் இதுல இங்க நீங்க கட்டாயமா இந்த கேரளாவிலே செட்டில் ஆவுங்க. Yeah. இங்க மலையாளிஸ் எல்லாம் அப்படிதான் எல்லாமே ரொம்ப ரொம்ப ஆள்கார். Hopefully. Thank you. So இதுதானே உங்களோட கார்? Please. Have a Yeah. seat. Okay. You please. No, please. Okay. Thank you. you. So இதுதானே ஸ்டுடியோ? ஆமா. அவங்களுக்கு தெரியாதுல்ல? எனக்கு தெரியாது. அவங்களுக்கு தெரியாதுல்ல? அவங்களுக்கு தெரியும். அவங்களுக்கு தெரியுமா நாம வர்றது? ஆமா. I think they know. I'm not sure. Hi, Tuvi. Hello, sir. Yes. Hi. How are you doing? So good to see you. How are the kids doing? All good? Hello. Why are you standing? Please, I'll take. What are you all doing? Sorry. Yes, നമുക്ക് കാണാം എല്ലാരെയും. Yes. Akhil! Hi! Toby! Hi, Toby! എവിടെ ടോവി? നാക്കിൽ. Want me to teach you some Malayalam? ഹാ. ഹായ്. അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വാ. She didn't let me eat. She didn't let me have a shower. I just dressed up like this. പാവി. Coming. Okay. You ordered lunch? Yeah, I did. He had lunch. Curd rice എല്ലാം വയറ് നിറയെ സാപ്പിട്ടാച്ചേ. ടോവിൻ നിന്നത് കണ്ടോ? അതാണ് ഡബിംഗ് സ്റ്റുഡിയോ. ഇതാണ് അഖിൽ. യെസ് അഖിൽ. ഹായ് രമ്യ. ഹലോ. പാവത്തിനെ കൊണ്ട് അവിടെ ഇട്ടല്ലോ. അതെ. ബാക്കി മറ്റേ വേറെ പടത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് It's another movie. Yeah? അവിടെ പോയേക്കണോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓ അതുകൊണ്ടാണ് ഇപ്പൊ പെയിന്റിംഗ് ചെയ്തോണ്ടിരിക്കണേ. ഇത്രേ ഉള്ളൂ. ഒരു സീൻ. എങ്ങനെ നിൽക്കും? ഫ്രെയിമിൽ കിട്ടും? ആണോ? അപ്പൊ എല്ലാരും ഇരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ മേയ്ക്കാൻ? അഖിലിന്റെ അടുത്ത് ചോദിക്കട്ടെ. ഭയങ്കര പാടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് വിനയ് സാർ ഹനുമാൻ കഴിഞ്ഞു വരുന്നു. ടോബി അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. 2018 എല്ലാ സിനിമകളും കഴിഞ്ഞ് വരുന്നു. ഞാൻ ടോബിയുടെ കൂടെ ഫോറൻസിക് ചെയ്തതിനു ശേഷം തന്നെ ടോബി തല്ലുമാല 2018, ഈവൻ മിന്നൽ മുരളി. അപ്പൊ ഇവരുടെ കരിയറിലൊരു ഏറ്റവും ബിസിയസ്റ്റ് ഒരു സ്കെഡ്യൂളിനിടയ്ക്ക് നമ്മുടെ സിനിമയെ വിശ്വസിച്ച ഒരു 10 മാസത്തോളം ഐഡന്റിറ്റി എന്ന് പറഞ്ഞ വലിയ സിനിമയുടെ കൂടെ നമ്മളൊരു 5 സ്റ്റേറ്റ്സിൽ ഒരു 130 ദിവസത്തോളം ഒരു ഷൂട്ടുള്ള അങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്കെഡ്യൂളുള്ള സിനിമയായിരുന്നു. അപ്പൊ അതിൽ ഇവരുടെ കൂടെ നിന്നെന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റും എനിക്കും എന്റെ കൂടെ അനുഷ്കാൻ ഇപ്പം ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇല്ല പുറത്തില്ല. ഇല്ല അകത്തുണ്ട്, അതിനകത്തുണ്ടെന്നോ? ആണോ? ആ അവിടെ വിളിക്കാമോ? അല്ല ഇത് പക്ഷെ ഒരുപാട് കാസ്റ്റിംഗ് അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട്. മന്ദിര ബേട്ടിയുണ്ട്, ഷമ്മി തിലകനുണ്ട്, അർജുൻ രാധാകൃഷ്ണൻ, അജു വർഗീസ്, ധ്രുവൻ, സാബിക്, അർച്ചന, ഗോപിക, ഒരുപാട് പേരുണ്ട്. രമ്യ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ ബൂത്തിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. ഞങ്ങൾ ഫോൺ വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ഞാൻ ഡബ് ചെയ്യുമ്പോ
ഇവിടെ ഇരിക്കുന്നതിൽ ഒരാളെ ഞാൻ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തും. തെറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനോ? അല്ല, പിന്നെ അതായത് ഇവിടെ ഇവര് പറയുന്നത് എനിക്ക് അവിടെ കേൾക്കാൻ പറ്റില്ല. ഓ, അപ്പൊ ഇവിടുന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് അതിനകത്ത് ഇരുത്തി കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയുന്ന ഒരാൾ കുറയ്ക്കാലോ. അങ്ങനെ ആ ഒരു ഉദ്ദേശം കൊണ്ടാണ്. From inside, I'm not able to hear anything they're saying here. So I just wanted to reduce one person. I mean, bitching about me. Or else they, 4 or 5 of them sit and bitch about me. Who was it? Either him or him. I'll pick someone from him or him. അത്രമാത്രം പറയാനുണ്ടോ നമ്മുടെ ടോവിനെ കുറിച്ച്? He said too much of dubbing studio with me in Chennai for 8 days. He was there. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ട് ഞാൻ പറയുന്നതിൽ ചിലപ്പോ എന്തെങ്കിലും തെറ്റൊക്കെ പറ്റുമായിരിക്കും. അതെ, അപ്പൊ ഇവര് കൊക്കൊക്കെ ചിരിക്കും, ചിരിക്കും. കളിയാക്കും നമ്മളെ. അതിലൊരാളെ കുറയ്ക്കാൻ അങ്ങോട്ടൊക്കെ മാറ്റിവിട്ടതാണ്. നിങ്ങളുടെ ഫോറൻസിക്കിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് മൂവി നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവി. അതിനകത്തും ടൊവിയുടെ ആ ഒരു ഇൻവോൾവ്മെന്റും ഇതും അതുകൊണ്ട് മാത്രമാണോ ഐഡന്റിറ്റിയിലും ടൊവി വന്നത്? എന്തായിരിക്കും ടൊവി ഇതിന്റെ ഐഡന്റിറ്റിക്കകത്ത് ബിഹൈൻഡ് വരാനുള്ള ഒരു റീസൺ? ടോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുണീക്ക് സബ്ജക്ട്സ് പറയുന്ന സാധനം വളരെ താല്പര്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ ടോയ്ക്ക് പൊതുവെ ഇത്തരത്തിലുള്ള സബ്ജക്ട്സ് ടോയി പൊതുവെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് യുണീക്ക് കോൺസെപ്റ്റ്സ് പൊതുവെ ഉള്ളതല്ലാത്ത രീതിയിലുള്ള ഫ്രഷ് സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ്. ഈവൻ ഫോറൻസിക് സമയത്തൊക്കെ ആണെങ്കിലും അതല്ല ടോയ് പൊതുവെ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സാധാരണ ഇൻസിഡൻസ് ഒക്കെ ആണെങ്കിലും ഒരു പൊതുവെയുള്ള പെർസ്പെക്ടീവ്സ് എന്നല്ലാതെ കുറച്ച് ഫ്രഷ് ആൻഡ് വേരിയൻറ്റ് സാധനങ്ങളും പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ഒരു സാധനവും വന്നപ്പോൾ തന്നെ നമുക്ക് തോന്നില്ലെങ്കിൽ വൺസ് ടോയ്ക്കായിരിക്കും ഈ സാധനം ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുക, പുള്ളിക്കാണ് കേട്ടാലും ഏറ്റവും കൂടുതൽ വർക്ക് ആവുക എന്നുള്ള സാധനം ഒരു പ്രീ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ടോവി ഇങ്ങനെ സെറ്റിലേക്ക് ബാക്ക് ടു ബാക്ക് കുറെ മൂവീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കില്ലേ? എങ്ങനെ നിങ്ങൾ ടൈം ഒക്കെ എടുത്ത് എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? അതിലെന്തെങ്കിലും ഡിലേ വരുത്തിയോ? 10 മാസം വേറൊരു സെറ്റിലേക്ക് ഓടാനും ചാടാനും വിട്ടിട്ടില്ല. വട്ടം പിടിച്ച് അവിടെ അങ്ങ് ഇട്ടു അല്ലേ? ഈ ഫോറൻസിക്കിൽ നമ്മൾ കാണുന്നത് അതൊരു ഭയങ്കര ഒരു ത്രില്ലർ മൂവി തന്നെയായിരുന്നു. ഈ മൂവിയുടെ ഒരു ആക്ഷൻ പാക്ട് ത്രില്ലർ ആണോ അതോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണോ? ഏത് മൂഡാണ് ഈ മൂവിക്ക്? മോർ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്, പക്ഷെ ഇതിനൊരു ആക്ഷൻ പശ്ചാത്തലമുണ്ട്. അതാണ് ഇതിന്റെ ഒരു കാര്യം. ഇതിനകത്ത് ആക്ഷൻ ബ്ലോക്കുകൾക്ക് അതിൻ്റെതായ ഒരു ചെറിയ പ്രത്യേകതകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള ആക്ഷൻ ഡയറക്ടേഴ്സിന് ഈ ആനിക് ബെൻ എന്ന് പറഞ്ഞ ജവാൻ 16 ചെയ്ത് അങ്ങനെ ഒരാൾ, അതിന്റെ ഒരു ആക്ഷൻ സ്റ്റൈലിന് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയുടെ കഥ കൊണ്ട് റിക്വയർമെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. മെയിൻലി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ പറയുന്ന സസ്പെൻസ് ഉള്ള, എന്നാൽ ഫോറൻസിക്കിനേക്കാൾ കുറെ കൂടി ക്യാൻവാസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഐഡന്റിറ്റി. ഓക്കെ, ഇനി ടൊവിനെ അട്രാക്ട് ചെയ്തത് ഇവരിങ്ങനെ വട്ടം കൂടി വിട്ട് പിടിക്കേണ്ട അവസ്ഥ പോലും വരാതെ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവര് ഇപ്പൊ ഫോറൻസിക് ചെയ്യുമ്പോഴാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ഇവരെ ഡിസ്കസ് ചെയ്യുമ്പോൾ നല്ല പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതായത് എന്റെ ഏറ്റവും ഞാൻ പേടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് എടുത്തു വെക്കുന്ന ഫിലിം മേക്കർ ഞാൻ മനസ്സിൽ കണ്ട അത്രയും പോലും നന്നായിട്ട് എടുത്തു വെച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമാണ്. അതിന് ബ്ലെയിം കൂടുതലും വരുന്നത് എനിക്കുമായിരിക്കും, എനിക്കറിയാതെ. ഇവിടെ എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ ഞാൻ സേഫാണ്. കാര്യം ഇവര് പണിയെടുത്തോളും. മറ്റേ ആരെടുക്കുന്നതിനേക്കാളും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പണിയെടുക്കുന്ന 2 പേരുണ്ട്, ഒരാളല്ല. അപ്പോ ഇവര് മാത്രമല്ല, ഞാൻ അഖിലിന്റെ വീട്ടില് കുറച്ചു കൊല്ലം മുമ്പാണ് പോയ സമയത്ത് അവിടെ ചുമരുന്ന കുറെ പേപ്പർ കട്ടിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഈ ചില സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാനുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വോള് നിറച്ചും അങ്ങനെയൊക്കെ ഉണ്ട്. അത് പക്ഷേ കഥയിൽ എന്തെങ്കിലുമൊക്കെ കഥ എഴുതാനായിട്ട് ഇവര് പേപ്പർ കട്ടിങ്ങും അത് ഞാൻ ആലോചിച്ചപ്പോ മറ്റേ ഫോറൻസിക്കിനകത്തെ ആ ഒരു 2 DNA ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ട്വിസ്റ്റ്, അത് ഞാനൊന്നും ആദ്യം കേട്ടപ്പോ ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടാ വിശ്വസിച്ചത്. അതുവരെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരാളുടെ ശരീരത്തിൽ എങ്ങനെ 2 DNA വരുന്നത്. പക്ഷെ അത് ഇവർക്ക് എങ്ങനെ അത് കിട്ടി, ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി? നമ്മളിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിലും ഞാനിപ്പോ ഈ പെർട്ടിക്കുലർ സാധനം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴല്ലേ ഇവരെന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ഗൂഗിൾ ചെയ്തൊന്നും വരൂലല്ലോ. ഇവർക്കൊക്കെ ഇത് എങ്ങനെയാ? അപ്പൊ അങ്ങനെ ഇരുന്ന് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇതിലുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോ ടീസറെ റിലീസ് ആയിട്ടുള്ളൂ, അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫുൾ അതിനകത്ത് പറയുന്ന മുഴുവൻ ഒരാളുടെ ഷേപ്പ് ഫേസിന്റെ ഒരു ഇതാണ് പറയണത്. അതിന് ആ ഒരു എന്താ പറയാ കൾപ്രിറ്റോ അല്ലെ വിക്ടിം എന്താണോ എന്ന് അതിനെ കുറിച്ചുള്ള ഒരു റിവീലിംഗ് ആണല്ലോ ഇതിനകത്ത് ഫുൾ പറയണത്. ഈ സിനിമ മൊത്തം ആ ഒരു സസ്പെൻസിലൂടെ പോയിട്ട് അവസാനമാണോ ഞങ്ങൾക്ക് അറിയാൻ പറ്റുക, അതോ അതിന്റെ പിന്നിലുള്ളതാണോ സിനിമ? അത് നമ്മൾ പൂർണ്ണമായിട്ടും ഉത്തരം പറയാറായിട്ടില്ല. സിനിമ ട്രെയിലറും സിനിമയൊക്കെ വരാൻ പറഞ്ഞു. പക്ഷെ എന്നാലും ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ അത് തന്നെയാണ്. ടൊവിനോ ഇതിൽ ടീച്ചർ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്. വിനയ് സർ ഒരു പോലീസ് ഓഫീസറാണ്. തൃഷാമ ഒരു വിറ്റ്നസ് ആയിട്ടുള്ള ഒരാളാണ്. ഇവരുടെ 3 പേരുടെയും കോമ്പിനേഷൻ ഇവരൊരു മിസ്റ്ററി
ഓക്കെ. എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുമിച്ച് നടത്തുന്ന ഒരു യാത്രയാണ് ഉറപ്പായിട്ടും ഐഡന്റിറ്റി. അപ്പൊ അതാണ് അതിന്റെ ഒരു കഥാ പശ്ചാത്തലം. പക്ഷെ അവിടെ നിന്ന് സിനിമ മാറി മാറി കുറച്ചും കൂടി വേറെ ടെറൈനിലോട്ടും വേറെ സ്വഭാവത്തിലോട്ടും ഒക്കെ ചെറുതായിട്ട് ഷിഫ്റ്റ് ആവുന്ന പോലെ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. ஓகே ஓகே. ഇവിടെ ടോവി உங்களுக்கு தெரியும்ல டோவினா சாக்லேட் இங்க எல்லாம் லேடிஸ் ஐ மீன் கேர்ள்ஸ் எல்லாம் தெரியும். அவ்வளோ இதுக்கு ஜெச்சோ டோவினா அப்பப்போ மாதிரி சொல்லுவாங்க. പതുക്കെ പറഞ്ഞു ഭാര്യ അവൾക്ക് ടെൻഷൻ ആവണ്ട അത് കേട്ടിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാം. பூஜி பார்த்தோன்னே தெரிஞ்சு அவருக்கு சிரிப்பு எப்படி இருக்கு. ஐயோ அப்ப இந்த மாதிரி இவங்களும் வந்துட்டு உன்னாலே உன்னாலே அந்த அது சொல்ல ஃபேமஸ் ஒரு பாட்டு இல்லையா அதெல்லாம் அந்த மாதிரி தான் அவங்களும் இருந்தது. என்னமோ சாக்லேட் எல்லாம் பையன் இருந்தது. இப்போ இந்த மாதிரி ஆக்ஷன் ஸ்டார், உண்மையா சொல்ற ஆக்ஷன் ஸ்டார். அவ்வளோ ஹார்ட் ஒர்க் போட்டிருக்காங்க. அப்படியா? காலையில கூப்பிடுவாங்க எனக்கு, சாயங்காலம் கூப்பிடுவாங்க, நாளைக்கு வரியா எக்ஸசைஸ் இருக்கு நான் சொன்னேன். அப்படியே not just freak, he doesn't do it for the heck of being fit, he does it with the purpose. எனக்கு என்ன அவர் காலையில பண்ணது எல்லாம் பாக்குற அதே படத்துல யூஸ் பண்றாங்க. so he is practiced to that level of perfection. so I see that நான் படத்துக்கு I'll come late. he worked really hard. he used to be a rugby player. ആണല്ലേ? I'm clumsy. അല്ലേ? Take it. You were a rugby national player. For India, played for India, for India, for Bangalore, ഓ for Karnataka. എന്നിട്ട് ചുമ്മാ എന്താ മാതിരി ഒരു ഞാൻ ഒന്നുമില്ല. No, not that. I am not that. Fitness is on another level. அதெல்லாம் 20 இருக்கும்போது இப்போ நான் 45 அந்த ஃபிட் கிடையாது. ഓക്കെ. ഇനി ഈ സിനിമയില് തൃഷയുണ്ട്, എല്ലാരും അട്രാക്ട് ചെയ്യുന്ന വലിയൊരു സംഭവമാണ്. തൃഷ മലയാളം ഇതില് വരണു, മന്ദിര ബേറ്റിയുണ്ട്, ഇതിനകത്ത് സ്റ്റാറിങ് കംപ്ലീറ്റ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു തൃഷയുടെ കൂടെ ഉള്ള ഒരു? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് ഇപ്പൊ അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ല തൃഷ മാമൊക്കെ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ താരതമ്യേന വലിയ ഇൻഡസ്ട്രി എന്നാണല്ലോ വരുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി ബഡ്ജറ്റ് വൈസ് എങ്കിലും അവരുടെ ഇൻഡസ്ട്രികളെക്കാളും കുറച്ച് ചെറുതാണല്ലോ. അപ്പൊ അവിടെ നിന്നൊക്കെ വന്ന് ഇവിടത്തെ ഒരു ആർട്ടിസ്റ്റ് പെരുമാറുന്ന അതേപോലെ തന്നെ എല്ലാവരോടും ഭയങ്കര സൗഹൃദമായിട്ട്, വെരി ഫ്രണ്ട്ലി. വെരി ഫ്രണ്ട്ലി. അവിടെ ഒരാൾക്കും അങ്ങനെ ഒരു പരാതി പറയാനുണ്ടാവില്ല. അത് അങ്ങനെ അല്ലാതെയും പെരുമാറാൻ വേണമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്നതും ഒക്കെ. അപ്പൊ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ രാവിലെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ജിമ്മിലേക്ക് പോകുമ്പോ പുള്ളിക്കാരി ഒരു അരമണിക്കൂർ മുമ്പേ അവിടെ ഓൾറെഡി വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഒരു ദിവസം മടി പിടിക്കുമ്പോ ലൊക്കേഷനിൽ വരുമ്പോ പുള്ളിക്കാരി ചോദിക്കും വർക്കൗട്ട് ചെയ്തില്ലേ ചോദിക്കുമെന്നുള്ള പേടി കാരണം ഞാൻ എല്ലാ ദിവസവും പോയി വർക്കൗട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് തൃശ്ശേനെ കാസ്റ്റ് ചെയ്യാൻ കാരണം? അല്ല, ഇതിപ്പോ ഒന്ന് ഈ പടത്തിനകത്തുള്ള ഈ 3 സെൻട്രൽ ക്യാരക്ടേഴ്സും കുറച്ചധികം സീരിയസ് ഡയമെൻഷൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മള് ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ അല്ല ചെയ്യുന്നത്. തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പൊ ഇവര് അപ്പോ ഇവരിപ്പോ ഈ പറഞ്ഞ ഒരു ടീമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരെല്ലാം 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ഓഫ് ചെയ്യേണ്ട കുറെ അധികം സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ കെമിസ്ട്രി വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം. അപ്പോ അതിനകത്ത് എല്ലാവർക്കും സ്റ്റേച്ചറും ആളുകളുടെ ക്യാരക്ടേഴ്സിനും വേണം, അതേപോലെ തന്നെ സ്റ്റാർ വാല്യൂസും വേണം. അപ്പൊ നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇവരുടെ 2 പേരുടെയും പെർഫോമൻസ് ഇപ്പൊ 3 കുറച്ച് അത്യാവശ്യം ഇന്റൻസ് ക്യാരക്ടേഴ്സുമാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ നോക്കുന്ന സമയത്തൊരു ഈസി ഓപ്ഷനാണ് തൃഷ മാം. പുള്ളിക്കാരി പ്രത്യേകിച്ച് ഇപ്പൊ ഇത്രയും നാൾ ഇൻഡസ്ട്രിക്കകത്ത് അതേപോലത്തെ ഒരു സ്റ്റാർ വാല്യൂ അതേപോലെ കീപ്പ് ചെയ്യുന്ന കാണണം. മാത്രമല്ല ഇപ്പോൾ റീസെന്റ് പൊന്നിയിൻ സെൽവനിലൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റേ ഒരു ഐശ്വര്യമായിട്ടുള്ള ഫേസ് ഓഫ് സീനൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പെർഫോമറേയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ലാൻഡ് ചെയ്തതാണ് പുള്ളിക്കാരി. ഈ മൂവി പൊതുവെ ഞാൻ കേട്ടു ഇതിൽ നിന്നൊക്കെ ഭയങ്കര ബഡ്ജറ്റിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ വന്നിരിക്കുന്നതിൽ ഏറ്റവും ഭയങ്കര ബഡ്ജറ്റ് വൈസ് ഭയങ്കരമായിട്ടും നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്? അത്രയും ബഡ്ജറ്റ് മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തരകയില്ലാത്ത ഒരു ബഡ്ജറ്റ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവിടെ നമ്മള് മലയാളത്തിൽ ഭൂരിഭാഗവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് മുഴുവൻ അത് സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. കാര്യം നമ്മുടെ ആർട്ടിസ്റ്റിന്റെയും ടെക്നീഷ്യന്റെയും ശമ്പളം ആണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ലൊക്കേഷനിൽ വേണ്ട ലക്ഷറീസ് ആണെങ്കിലും ഒക്കെ വളരെ കുറവാണ്. നമുക്ക് ഈ സിനിമയില് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾക്ക് അത് കുറച്ച്
പണച്ചെലവുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഈ സെറ്റ് ഇടുക എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സ് നടക്കുന്ന സെറ്റും ഇവർ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ സെറ്റും ഒക്കെ അത് ഷൂട്ടിങ്ങിന്റെ കൺവീനിയൻസും പിന്നെ അങ്ങനത്തെ ഫ്ലാറ്റുകൾ കാണാനില്ല. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒരു പെക്യൂലിയർ സ്വഭാവം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ട്. മേക്കിംഗ് എല്ലാം നമ്മുടെ ഇവിടെ തന്നെയായിരുന്നോ അതോ വേറെ? നമ്മൾ ആക്ച്വലി ആർട്ടുമായി ബന്ധപ്പെട്ട് ടോവി പറഞ്ഞ ഒരു 2 മേജർ സെറ്റുകൾ ഉണ്ട് നമുക്ക് സിനിമയിൽ. അവസാനത്തെ ഒരു 40 മിനിറ്റിൽ വരുന്നു. നമ്മൾ ബോംബെ നിന്നുള്ള ഒരു ആർട്ട് ടീം വരികയും അവരവിടെ സെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വന്ന് അസംബിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാൻവാസും ബഡ്ജറ്റും ഒക്കെ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള, പ്രത്യേകിച്ച് നമ്മൾ 130ഓളം ദിവസങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മൾ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി വേണം എന്ന് പറയുന്ന തീരുമാനം നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എല്ലാവർക്കും, പ്രൊഡ്യൂസർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഈ സിനിമയുടെ കഥ നമ്മൾ ഏത് ലാംഗ്വേജിൽ കാണിച്ചാലും അവർക്ക് മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ക്വാളിറ്റിയിലും കൂടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. വേറൊരു ലാംഗ്വേജിൽ ഒരു സിനിമയായിട്ട് അവിടുത്തെ ഓഡിയൻസ് കണ്ടാൽ പോലും ഈ സിനിമ അവർക്ക് ഓക്കെ ആയിരിക്കണം, അപ്പീലിംഗ് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു താല്പര്യത്തിലും കൂടിയാണ് നമ്മൾ സിനിമ അങ്ങനെ ഉറപ്പായും. അതിപ്പോ ടീസർ കണ്ടാലും ഒരു പരിധി ഇപ്പം ടീസറിന്റെ റിയാക്ഷൻസിലും നമുക്കത് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതും ഈ സിനിമയെ സംബന്ധിച്ചോ ഈ സ്റ്റാർസിനെ പോലെ തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മളുടെ ടെക്നീഷ്യൻസ് എല്ലാം കലക്ക ടെക്നീഷ്യൻസും ആണ്. അവർ ഇതിനു വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് കുറച്ചൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ഇപ്പൊ ഫോറൻസിക്കില് സിനിമാറ്റോഗ്രാഫർ ആയിരുന്ന അഖിൽ ജോർജ് തന്നെയാണ് ഇതിന്റെയും സിനിമാറ്റോഗ്രാഫർ. പക്ഷെ അഖിൽ ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു ഫോറൻസിക്കില് കുറച്ചും കൂടെ ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ അതിനും കൂടെ ചേർത്ത് ഇതിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഷൂട്ടിങ്ങിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കൂടെ വേണമല്ലോ. ആ ബാലൻസ് ഉണ്ടെങ്കിലല്ലേ ഇത് ലോങ് റണ്ണിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.